Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്നത്തെ കുക്കിംഗ് വ്ലോഗിൽ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ സോസേജ് കറി റെഡിയാക്കിയല്ലോ ഗൈസ്. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്രൈ പാൻ എടുത്തു വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോസേജ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. സോസേജ് അധികം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല രുചിയിൽ നമുക്ക് കറി കിട്ടും കേട്ടോ. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ ജസ്റ്റ് കളറ് മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിം തന്നെ വെച്ചാൽ മതി. ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവി റെഡിയാക്കാം കേട്ടോ. അതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായാൽ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 4 ചുവന്ന മുളക് ആഡ് ചെയ്യണം കേട്ടോ. ചുവന്ന മുളകൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഫ്രൈ ആവുന്നിടം വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 സവാള നീളത്തിലരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിനുള്ള പൊടിയുപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഉപ്പ് ചേർത്ത് വേഗം നമുക്ക് വഴണ്ട് കിട്ടും. സവാള ഒന്നും ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക് എന്നിവ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, വെളുത്തുള്ളി ഒന്നും കരിയാണ്ട് കറക്റ്റ് പാകത്തിന് നമുക്ക് വഴണ്ട് കിട്ടും കേട്ടോ. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പച്ചമണം മാറുന്നതിന് വരെ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി നമ്മൾ ചേർക്കുക. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നതിടം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നാലാണ് കറിക്കൊക്കെ അത്യാവശ്യം ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മുളക് പൊടി 1 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 1 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗരം മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, പിന്നെ വേണ്ടതാണ് ചിക്കൻ മസാല 1 സ്പൂൺ. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ നമ്മൾ വെക്കേണ്ടത്. മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയാൽ മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ ഈ ഒരു കളർ ആവുന്നതിന് വരെ നമ്മൾ മസാല നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സോസേജൊക്കെ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി സമയം കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ മൂടിയൊക്കെ തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ അധികം ഒന്ന് വെള്ളം ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ സോസേജൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് വീർത്ത് വരും കേട്ടോ. പക്ഷേ വെള്ളമൊക്കെ പാകത്തിനായിരിക്കും, അത് നിങ്ങൾ പേടിക്കേണ്ട. ഇത്ര വെള്ളം മതി കേട്ടോ. അധികം വെള്ളം ആയാലും നമ്മുടെ സോസേജ് കറിക്ക് രുചി ഉണ്ടാവില്ല. നന്നായിട്ട് മിക്സാക്കിയ ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സോസേജൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട്. രണ്ട് മിനിറ്റ് നമുക്കിതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചിക്കൻ സോസേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.